السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن جابر بن عبد الله رضي الله عنهما قال: سمعت رسول الله صلى الله عليه وسلم يقول: أفضل الذكر لا إله إلا الله وأفضل الدعاء الحمد لله. റവാഹു അത്തുർമുദിയു വ ഇബ്നു മാജ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദിക്റുകളും ദുആകളും ശുക്റുകളും ഒക്കെ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഗൗരവം നമുക്കറിയാം എന്നതാണ്. ദിക്റുകളും ദുആകളും ഇല്ല എങ്കിൽ ഒരാളെ അള്ളാഹു തിരിഞ്ഞു നോക്കില്ല. ശുക്റില്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്ത് കുറയ്ക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ നാവിൽ ഒരു നിറസാന്നിധ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുർആന്റെ ആയത്ത് ഇങ്ങനെയാണ്: ഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, ഇരട്ടിയായി തരും. നന്ദി കാണിച്ചില്ലെങ്കിലോ തന്നതിൽ നിന്ന് അള്ളാഹു നിർലോഭം കുറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. തൻ്റെ റബ്ബിനെ ദിക്ർ ചെയ്യുന്നവനും റബ്ബിനെ ദിക്ർ ചെയ്യാത്തവനും തമ്മിലുള്ള ഉദാഹരണം ഒരാൾ മരിച്ചവനും മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നവനും പോലെയാണ്. ജീവനുള്ളതിൻ്റെ തെളിവാണ് നാവിൻ്റെ ചലനം. ഡോക്ടർമാർ മരിച്ചോന്നറിയാൻ വേണ്ടി മൂക്കത്ത് വിരൽ വെച്ച് നോക്കും, നാടി പിടിച്ച് നോക്കും ഒക്കെ ചെയ്യും. പക്ഷെ പടച്ചോൻ്റെ കണക്കിൽ അതൊന്നുമല്ല. കുറച്ച് നാവിന് ചലനമുണ്ടോ, മനസ്സിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടോ എന്നുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും: അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്ർ തംലഉൽ മീസാൻ. അള്ളാഹുവിൻ്റെ മീസാൻ അത് നമ്മളുടെ കാഴ്ചപ്പാടിനൊക്കെ എത്രയോ അപ്പുറത്താണ്. എത്ര നിസ്സാരമായിരുന്നാലും ദർറത്ത് എന്ന പ്രയോഗം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അണുത്തൂക്കം ചെയ്താൽ അത് തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും കാണും. നന്മയാണ് ചെയ്തത് എങ്കിൽ അള്ളാഹു അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള ആ അൽഹംദ് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അയാൾ ആ ഒരു ഹംദ് കൊണ്ട് തന്നെ മീസാൻ എന്ന തുലാസ് നിറയ്ക്കാൻ പോകുന്ന ഒന്നാണ്. മാത്രവുമല്ല, നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ ദുആ എന്താ? നമ്മൾ പലതും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും, കണ്ടുപിടിച്ചിട്ടുണ്ടാകും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പറഞ്ഞത് അഫ്ദലു ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ്. അത് വണ്ടി പോകുമ്പോൾ പറയാം, നടക്കുമ്പോൾ പറയാം, ഇരിക്കുമ്പോൾ പറയാം. എപ്പോഴാണ് പറയാൻ പാടില്ലാത്തത്? പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശൗചാലയങ്ങളിൽ പ്രവേശിക്കുമ്പോഴോ മറ്റുതര കാര്യങ്ങളിലോ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങളിലോ ഒക്കെ ഒഴിവാക്കാം എന്നല്ലാതെ ഒരാളിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ശുക്ർ തനിക്ക് പാദം മുതൽ മൂർധാവ് വരെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയത് മുഴുവൻ നിഅമത്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രകാശിപ്പിക്കുന്ന ശുക്റിൻ്റെ ലഫ്ലായ അൽഹംദ് എന്നുള്ളതാണ് അത്രേ ഏറ്റവും വലിയ ദുആ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്തും കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റും ഫിക്റും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യങ്ങളായി തീരാനും അൽഹംദ് എന്ന ദുആ പതിവാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈമാനികമായ അവസ്ഥ സജീവമായി നിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഖളാ ഏറ്റുവാങ്ങാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ഒക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും നൽകി അവരെയും നമ്മയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി
എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.